അമ്മ 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 അമ്മയുടെ മോൻ എന്നോട് ചെയ്ത് അവനിപ്പോ നിങ്ങളെല്ലാം അകത്ത് കയറിയപ്പോ അവൻ അവിടെ നിന്ന് എന്നോട് പറയാ ഞാൻ എടുത്ത് തരൂലെന്ന്. എന്ത് ദ്രോഹമാണമ്മ ഞാൻ അവന് ചെയ്തത്. എന്നെ എന്തിനെ വെറുതെ അല്ലേടി മനഃപൂർവ്വം പറഞ്ഞെടുത്ത് ഞാൻ എടുത്ത് തരൂലെന്ന്. ചുമ്മാതെ അല്ല അമ്മ ചുമ്മാ അല്ല, അവനെ എന്നെ എന്ത് ദ്രോഹമാണ് ഞാൻ ഉപദ്രവിക്കുന്നത്. ഞാൻ തമാശയാണ് എത്ര നേരം വിചാരിച്ചത് കേട്ടോ. എന്റെ രാഷ്ട്രീയ ഭാവിയുണ്ടല്ലോ. ഇന്നലെ രാത്രി അവ എന്നെ കിണ്ടി കളഞ്ഞ് ചോദിച്ചു മീറ്റിംഗ് എവിടെയാ, എപ്പോഴാണ്, എത്ര മണിക്ക്, ആരൊക്കെ വരും, എന്താണ് അതിന്റെ ലക്ഷ്യം എന്നെല്ലാം എന്റെ അടുത്ത് ചോദിച്ചു. എന്തോ എന്റെ ക്ലീറ്റോച്ചേട്ടന്റെ മുണ്ട് ഷർട്ട് ഏട്ടൻ എന്തിനാ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. എന്തിനാണ് എന്നെ നശിപ്പിക്കാൻ? എന്താണെങ്കിലും കഴുകി ഞാൻ മുറ്റത്തിട്ട മുണ്ടാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ആരെങ്കിലും എടുത്തോണ്ട് പോകാതെ അവിടുന്ന് പോവില്ലല്ലോ. നാത്തും മടക്കി അകത്തേന് വെച്ചിട്ടുണ്ടോ? ഒന്നുകൂടെ നോക്കാം. ഈ മേലത്തെ ഷർട്ടിലിരിക്കണാണ് ക്ലീറ്റോച്ചേട്ടന്റെ ഡ്രസ്. അതൊന്നും അല്ല. ഞാൻ ഇതിനു വേണ്ടി എന്ത് ദ്രോഹം ആർക്കും ജന്മം തന്നെ ദൈവമേ. എല്ലാത്തിനും വളം വെച്ച് കൊടുത്തിട്ട് അവൻ ഇങ്ങനെ ചെയ്യണത്. ഒരു വെള്ള മുണ്ട് ഷർട്ടും കൊണ്ട് കുടുംബം പോറ്റണം അവന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ എന്ത് ചെയ്ത്? ജമന്തി, നീ കുറച്ച് അവനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ രണ്ടും കെട്ട് എന്തെങ്കിലും ചെയ്യും കേട്ടോ. സമാധാനപ്പെട്. വെള്ള ഷർട്ട് മുണ്ടല്ലേ വേണ്ടുള്ളൂ. അമ്മയുടെ ഒരു വെള്ള മുണ്ട് എടുക്കാം. ഷർട്ട് അൻസാറിനെ വിളിച്ചു ചോദിക്കും. അൻസാർ വെള്ള ഷർട്ട് ഇടൂലടി. അന്ന് നടരാജനെ വിളിക്കും. നടരാജന്റെ കയ്യിലുണ്ടാവും. നടരാജന്റെ ഷർട്ട് ഞാൻ എവിടെ എടുത്തതാ? എനിക്കത് പാകാവൂല. അതാ പിന്നെ മറ്റേ ചെറുക്കുണ്ടല്ലോ, അത് ഇങ്ങനെ മീശ വെച്ചത്. ബാബുക്കുട്ടനെ വിളിക്കും. മതിയായിരുന്നു. ഇതിലൊക്കെ ദൈവം ചോദിക്കും കേട്ടാ ഈ കാണിക്കുന്നതിനൊക്കെ. മീറ്റിംഗ് ബാബുക്കുട്ട എടാതെ നിന്റെ കയ്യില് അധികമായിട്ട് ഒരു മുണ്ട് ഷർട്ടും വെള്ള മീറ്റിംഗിന് ഇടാൻ പാകത്തിന് എനിക്ക് തരാനുണ്ടോ? ഡ്രൈ ക്ലീൻ ചെയ്യണം. എല്ലാം കൂടെ വാരി ഇന്ന് തന്നെ കൊടുത്താടേ. ഒന്നുമില്ല ഞാൻ മീറ്റിങ്ങിന് വരാം. ഓ അവൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. മുണ്ടും ഷർട്ടും കണ്ടുപിടിക്കണ്ടേ? അതിന് മുണ്ടും ഷർട്ടും കണ്ടുപിടിക്കാനാ? എവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത്? കടലാസും ചെടിയും ഒന്നായി. കടലാസും ചെടിയും പേപ്പർ ചെടി ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ എവിടെയോ ഉണ്ടാവും. ഇവിടെ നോക്ക്, ഇതിൽ നോക്ക്, ഇതിൽ നോക്ക്. ഇതിന്റെ ഇതിലിങ്ങനെ വരും. അതാ ഒരു ബോധമില്ല. സമയമില്ലാതെ സമയത്ത് നോക്ക്. എവിടെ ഇതിലെന്ത് നോക്ക്, കടലാസീടിയിൽ നോക്ക് ക്ലീറ്റോ. കനക നീ ഭയങ്കരനാ കേട്ടോ. എനിക്ക് സമയമില്ല മീറ്റിംഗ്. വേറൊരു പേപ്പർ കിട്ടിയോ? ഇതിനകത്ത് ഇവിടെ മുണ്ടെവിടെ? മാവിൻ ചോട്ടിലെ മണമുള്ള മധുര മാവിൻ ചോട്ടില് മാവ് അവിടെ വെച്ചിട്ടുണ്ടാവും. മാവിൽ എവിടെയാ കൊണ്ടുപോയി? എന്താണാടാ നീ കാണിക്കുന്നത്? ആ പിള്ളേർ നീ എവിടെയെല്ലാം തരണം. നീ എഴുതി വെച്ചും കൊണ്ട് അവിടെ ഇവിടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അത് പിള്ളേർക്ക് എടുത്ത് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ശരിയാക്കി തരാം. എടുത്തെങ്കിൽ മര്യാദക്ക് കൊടുക്കേട്ടാ. ഒരു മനുഷ്യനെ ഇങ്ങനെ ഇട്ട് പൊട്ടനാക്കരുത് കനക. എന്റെ ജീവിതം കൊണ്ടാണ് അവൻ കളിക്കുന്നത്. എവിടെ നീ ഇതിലൊന്ന് നോക്ക്. ഞാൻ നോക്കല്ലേ ക്ലീറ്റോ. കനക പറയടാ, ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ? നീ പറയടാ. ഒരു പ്രമുഖന്റെ യാചനയാണ്. എവിടെടാ? എനിക്കറിയാം. ദൈവമേ പറയളിയാ മാവിൻ ചോട്ടിലെ എനിക്ക് പറഞ്ഞിട്ട് പോവാനേ. എന്ത് മാവിൻ ചോട്ടെന്ന് എഴുതിയത് എന്താ? അവനെ മാവിന്റെ ചോട്ടിൽ പോയി നോക്കണേ. അങ്ങ് മുമ്പോട്ട് പോയി നോക്കി. നമ്മുടെ മാവ് നീ ഇങ്ങോട്ട് വരുമല്ലോ. അവനെവിടെ പോണത്? അവനെ കൂടെ വിളിച്ചോണ്ട് വാ. അവനെ ഞാൻ പറയണില്ല. അമ്മയൊക്കെയാണ് നോക്കിയത്. ജമന്തി കൊള്ളാട്ടോ ഇതെന്തായാലും. ഒരു നിലയിൽ എത്തേണ്ട മനുഷ്യനാ ഞാൻ. എന്ത് മാത്രം നോക്കിയിട്ടാന്നറിയാം മനുഷ്യൻ ഇങ്ങനെ കൊണ്ടു നടക്കണേ. നിങ്ങൾക്ക് കളിക്കാനുള്ള ആളല്ല. സംഭവിച്ചു പോയി. ഇവൻ ഇതിന്റെ മുകളിൽ എപ്പോ കേറിനാവോ ദൈവമേ.
അമ്മ ഇങ്ങോട്ടൊന്ന് വരാമോ? ഈ അവിടെ നിൽക്കാണേ. എനിക്കിനി വയ്യ. നോക്കിയെടുക്കട്ടെ, നിന്റെ കെട്ടിയാൻ ചെയ്ത പണിയല്ലേ? കെട്ടിയോനാണെങ്കിൽ കെട്ടിയുടെ അടുത്ത് എന്ന് പറയണം. കെട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ. ഇവിടെ കെട്ടിയിടുക വേണ്ടത്. മണ്ടയിൽ വിളിച്ചു വെച്ച കാര്യം ഇതിന്റെ മണ്ടയിൽ കൂടെ ഇതിന് ഞാൻ കെട്ടുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അതിന്റെ മണ്ടയിൽ ഞാൻ ആവശ്യമില്ലാതൊന്നും കാണിക്കരുത് കേട്ടാ. എന്തിനാ അതിന്റെ മണ്ടയിൽ വിളിച്ചു ചേർന്നത്? മോളിൽ എങ്ങോട്ട് ക്ലീറ്റ് കയറി പോണ എനിക്ക് അറിഞ്ഞൂടാ ഇതിന് എവിടെയാണെന്ന്. മണ്ടയിൽ ആര് കൊണ്ടുപോയിക്കോ. കിട്ടി. എന്താ പതുക്കെ ഇറങ്ങി വാ, പതുക്കെ ഇറങ്ങി വാ. എന്റെ കർത്താവേ, എന്നെ അങ്ങ് കൊല്ല്. ഞാൻ ഇപ്പൊ ഒരു നിലയിൽ നിൽക്കല്ലേ. എടാ അലവലാതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ നോക്കിക്കോ. അതെന്തോന്ന്? ഞാൻ ഏണി നീ ചാവ്. വെടി കൊള്ളാതെ സൂക്ഷിച്ചു. വെടി കൊള്ളാതെ സൂക്ഷിക്കാൻ. എന്റെ വെടി വെച്ച് കൊല്ലാൻ പറ അവനടുത്ത്. പട്ടാള ക്യാമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവോ ഇനി? പട്ടാള ക്യാമ്പിലായിരിക്കോ? പട്ടാള ക്യാമ്പിലാവൂല ക്യാമ്പില്. വെടി കൊള്ളാതെ സൂക്ഷിക്കാൻ പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? പട്ടാളം വെടി കൊള്ളാതെ സൂക്ഷിച്ചോ. ഹവിൽദാർ മാമൻ. ഹവിൽദാർ മാമന്റെ എന്താ നോക്കി നിൽക്കണത്? ഹവിൽദാരെ തോക്കൽ ഉണ്ടാണ്ടമ്മ. ഇന്ന് ആരെങ്കിലും ഒരാളെന്ന് ഇവിടെ അവസാനിക്കും.